കാലത്തിന് ഇന്നത്തെ കാലത്തിന്റെ എടോ പണ്ട് കാലത്ത് ഒളിച്ചോട്ടുണ്ടോ? പണ്ട് കാലത്ത് അതിന് ഒളിച്ചോടാൻ എവിടെ സമയം കിട്ടുന്നു? ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ 10-15 പിള്ളേരാ. മൂത്ത കൊച്ചിന് പനി അങ്ങോട്ട് മാറുമ്പോൾ രണ്ടാമത്തെ കൊച്ചിന് ജലദോഷം, അത് കഴിയുമ്പോൾ മൂന്നാമത്തെ കൊച്ചിന് തൂറ്റല്. ഇങ്ങനെ 15 പിള്ളേർ അസുഖം തീരുമ്പോൾ മിനിമം 60 വയസ്സാവും. തൈലവും തേച്ചോണ്ട് ആരെ വിളക്കാൻ പോകും? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ആകപ്പാടെ ഉള്ളത് ഒരു കൊച്ച്, അതിനെ ഡേ കെയർ, ഇപ്പുറത്ത് ചാറ്റിങ്, ഇതുവഴി ഒളിച്ചോട്ടോ. ഹായ് നശിച്ച ജീവിതം. പിള്ളേരുടെ കാര്യം പറഞ്ഞാലും മതി. ഇളയ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തനി സ്വരൂപമാണ്. കാലമായിട്ട് പറഞ്ഞു. പിന്നെ എന്റെ കൊച്ചിന് അപ്പുറത്തുള്ള സന്ധ്യയുടെ സ്വഭാവം കിട്ടോ? എന്തൊരു പറഞ്ഞേ? സന്ധ്യയുടെ സ്വഭാവം? എടി സന്ധ്യയുടെ കൊച്ചിന് എന്റെ സ്വഭാവം ഉണ്ട്. ഞാൻ നിന്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇനി മേലെ അങ്ങനെ പറയല്ലേ. ഞാനൊരു പാവം ഭർത്താവായോണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കാര്യം പറ. അതെന്ന് വെച്ചാൽ എന്റെ മൂത്ത ചെറുക്കനാണെങ്കിൽ ഒരു അരപ്പവന്റെ മോതിരം എടുത്ത് വിഴുങ്ങി. അതിനെന്താ 2-3 പഴം കൊടുത്തപ്പോ 3 റബ്ബർ തോട്ടത്തിൽ സാധനം കിട്ടിയില്ലേ? ഇത് ഇളയ ചെറുക്കൻ കണ്ട് വയ്യാതെ കിടന്ന അപ്പൂപ്പനെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടിരുത്തിയിട്ട് 1 കൊലപ്പഴം കൊടുത്തു. അവൻ പറയണ അവൻ അരപ്പവന്റെ മോതിരം വേണ്ട, 8 പവന്റെ മാല വേണോന്ന്. പാവം എന്റെ അപ്പൂപ്പൻ ഇപ്പൊ റബ്ബർ തോട്ടം ജുവലറി ആക്കിക്കാണ്. നിങ്ങൾക്കല്ലെങ്കിൽ എന്റെ മക്കളെ പണ്ടേ മാറങ്ങോട്ടും. നീ ടൂർ എവിടെയൊക്കെ ടൂർ വരുന്നുണ്ടോ പറഞ്ഞേ? ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, ഭർത്താവിന്റെ കൂടെ മധുര, പളനി, രാമേശ്വരം. കേട്ടോ കേട്ടോ, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? പറ. കാണിച്ചിട്ടുണ്ടോ? എടി നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴേ നീ ആകാശം പോലും കാണുന്നത്. എടി മേൽക്കൂര അല്ലാത്ത വീട്ടിൽ ഞാൻ ആകാശം അല്ല അതിന് അപ്പുറത്തോട്ടുള്ളതും കാണും. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരില്ല. എനിക്ക് ഡിവേഴ്സ് വേണം. എടി നീ വന്നേ, നിന്റെ മനസ്സിൽ ചെറുതായിട്ട് തോന്നിയൊരു കളങ്കമാണ്. നീ വീട്ടിൽ പോകാൻ നോക്ക്. അതൊന്നല്ല, എനിക്ക് ഡിവേഴ്സ് വേണം. വേണോ? ആ വേണം. ഇങ്ങ് വാ. നിന്റെ പരിചയത്തിൽ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്ക് കല്യാണം കഴിക്കണം. കടന്നു പടുക്കാനല്ലേ? കല്യാണം കഴിച്ചിട്ട് നിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് പറ്റുമെങ്കിൽ ഒരു ഉമ്മയും ഞാൻ കൊടുക്കും. നിങ്ങൾ അത് കഴിഞ്ഞിട്ടല്ലേ ഡിവേഴ്സ്? ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭർത്താവിനെ കൊണ്ട്. എനിക്കറിയാടി നീ ശൂന്യതയിൽ രൂപം ഉണ്ടാക്കി അതിനെ കെട്ടുന്ന ടീമാ. ഞാൻ കെട്ടൂടാ. കണ്ടോടാ? പെണ്ണുണ്ടോ? ഒരു പെണ്ണിനെയും കാണുന്നില്ലല്ലോ. ഒന്ന് കല്യാണം കഴിക്കോ? ഞാൻ കെട്ടിപ്പോയി. ഞാൻ കെട്ടിപ്പോയി. ഒരു മാസത്തേക്ക് മതി. അത് കഴിഞ്ഞ് ഞാൻ ഡിവേഴ്സ് ചെയ്തോളാം. പേര് വേണ്ട, ഷിബിന റാണി അസീസ്. അനുഭവിക്കും. ഞാൻ കെട്ടാതാ. നീ കെട്ടിയാടാ ജീവ? ജീവ കെട്ടിയോ? ഞാൻ കെട്ടി. ജീവ കെട്ടി. ഷാജോൻ ചേട്ടാ. അയ്യോ മാസത്തേക്ക്. അയ്യോ അത് കെട്ടാൻ പറ്റില്ല. എന്റെ മുന്നിൽ എന്റെ മാനം പോയി രക്ഷിക്ക് പ്ലീസ്. അയ്യോ ശരിയാകത്തില്ല മോൾ, അതുകൊണ്ടാ. പ്ലീസ് നമ്മളെ ഒന്നിച്ച് അറിയാലോ. ഉണ്ടാതെ ഇവിടെ പറയാൻ പറ്റത്തില്ല പ്ലീസ്. എന്താന്നറിയോ, അതോ ഇവന്റെ അതേ അസുഖം എനിക്കും ഉണ്ട്. വല്ലാത്തൊരവസ്ഥ. നമ്മൾ നോക്കിടന്നിട്ട് ആരും വന്നിട്ടില്ല. ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ നഷ്ടപ്പെട്ടത് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പെണ്ണിനെ. പക്ഷെ വേണ്ട. ഒരു 3 കസേര എടുത്ത് ഉമ്മറത്തേക്ക് ഇടുക. 3 ഭർത്താവിനെയും കൊണ്ട് വന്നിരിക്കുന്നല്ലോ. താലി എടുക്കട്ടാ. ഇവളങ്ങനെ കളിയാക്കല്ലേ. ഇവക്കെ നല്ലൊരു ചെക്കൻ ഞാൻ സെറ്റ് ചെയ്തു. അങ്കി 16. ഇവളെ തൊട്ട് കളിച്ചാലോ? അവിടെ അല്ല, നിന്റെ 16. ഡിവോഴ്സ് വേണം. ഓടി മിണ്ടാരി. ഞാൻ ഇവിടുത്തെ കാര്യം പറയട്ടെ. എന്താ? ഡിവോഴ്സ് ആയി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അറിയത്തുള്ളൂ പല കഴുകം കണ്ണുകൾ നിങ്ങളെ വേട്ടയാടും. ഇത് സഹിക്കാൻ വയ്യാതെ വല്ല ആറ്റിലോ തോട്ടിലോ നീയൊക്കെ ചാവും. പത്രത്തിലൊക്കെ കാണുന്നില്ലേ? അതാ പറയുന്നത്, ഭാര്യയെ സപ്പോർട്ട് ചെയ്യ എപ്പോഴും ഭർത്താവേ കാണൂ. എപ്പോഴും ഒരു ആൺതുണയെന്ന് പറയുന്ന ഭർത്താവാടി. സോമേട്ട ഇങ്ങനെ പറയാൻ പലരും കാണും. നീ ഇതൊന്നും കേൾക്കണ്ട. എങ്ങനെയാലും ഒരു ഡിവോഴ്സ് വന്നൊന്ന് ഇറങ്ങി പോവോ? അപ്പൊ നിങ്ങളാ? ഞാൻ പോവല്ലേ? എവിടേക്ക്? ചിറാപ്പൂഞ്ചിയില്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ